പാലക്കാട് കുളപ്പുള്ളിയിൽ CITU കുടിൽക്കെട്ടി സമരം തുടരുന്ന പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സ് അടച്ചിടാൻ ഉടമ. CITU നേതാക്കളിൽ നിന്ന് ഭീഷണിയുണ്ടെന്നും കടയ്ക്ക് മുമ്പിൽ അകാരണമായി സമരം ചെയ്യുകയാണെന്നും കടയുടമ പ്രകാശൻ ആരോപിച്ചു. സിമന്റ് കയറ്റിറക്കാനായി കൺവെയർ ബെൽറ്റ് എന്ന യന്ത്രം സ്ഥാപിച്ചതു മുതലാണ് തർക്കങ്ങൾ തുടങ്ങിയത്. യന്ത്രം ശുദ്ധ തട്ടിപ്പാണെന്നും തങ്ങളുടെ തൊഴിൽ നിഷേധിക്കാനുള്ള ഉടമയുടെ നീക്കം അനുവദിക്കില്ലെന്നും ആരോപിച്ച് CITU ചുമട്ടുതൊഴിലാളികൾ സ്ഥാപനത്തിനു മുന്നിൽ കുടിൽക്കെട്ടി സമരം തുടങ്ങി. നിരവധി ചർച്ചകൾ നടത്തിയിട്ടും ഫലമുണ്ടായില്ല. ഒടുവിൽ തൊഴിലുടമയും തൊഴിലാളികളും കയ്യാങ്കളിയുമുണ്ടായി. ഇതോടെ സ്ഥാപനം താൽക്കാലികമായി അടയ്ക്കുന്നുവെന്ന് സ്ഥാപന ഉടമ പ്രകാശൻ വ്യക്തമാക്കി. കട നടത്താൻ ഇപ്പോൾ ഇവിടുത്തെ CITU തൊഴിലാളികൾ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ കട തൽക്കാലം അടച്ചിട്ടിരിക്കുകയാണ്. അല്ലാതെ വേറെ മാർഗം എൻ്റെ ഇതിൽ കാണാനില്ല. ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയാത്തതുകൊണ്ടാണ് ഞാൻ കട അടച്ചത്. 17-ാം ദിവസം പിന്നിടുന്ന കുടിൽക്കെട്ടി സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് CITU നേതാക്കളും പറയുന്നു. യന്ത്രം പ്രവർത്തിപ്പിച്ചിട്ടും തൊഴിൽ കാർഡില്ലാത്ത ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ടെന്നും ആ ജോലി തങ്ങൾക്ക് വേണമെന്നുമാണ് ഇവരുടെ നിലപാട്. തൊഴിൽ കാർഡ് ഇല്ലാത്ത തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കരുതെന്ന് കഴിഞ്ഞ ദിവസം സബ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന ചർച്ചയിൽ ജില്ലാ ബോർഡ് ചെയർമാൻ തന്നെ തൊഴിൽ കാർഡില്ലാത്ത 26 ചട്ടം അനുസരിച്ച് കാർഡില്ലാത്ത ക്ഷേമനിധി ബോർഡിൽ പേര് രജിസ്റ്റർ ചെയ്യാത്ത തൊഴിലാളികളെ കൊണ്ട് അവിടെ കയറ്റിറക്ക് നടത്തിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. യന്ത്രം വന്നപ്പോൾ യന്ത്രത്തെ നമ്മൾ അംഗീകരിച്ചു. യന്ത്രത്തെ അംഗീകരിച്ചിട്ട് ആ യന്ത്രം പ്രവർത്തിക്കണമെങ്കിൽ 5 ആൾ വേണം. ആ 5 ആളുടെ പണി ഞങ്ങൾക്ക് തന്നാൽ മതി പറഞ്ഞു. ഈ വരുന്ന 7-ാം തീയതി കുടുംബാംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി വിപുലമായ ധർണ നടത്താനാണ് CITUവിന്റെ തീരുമാനം. രാജീവ് സുദേവിനൊപ്പം ശ്രീജിത്ത് ശ്രീകുമാരൻ, 24 പാലക്കാട്.